ഹേ ഗായ്സ്, അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3-4 ദിവസമായി. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ പനി വന്നിട്ട് ഞാൻ സൈഡായിട്ടാണുള്ളത്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളി പനിയാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇന്ന് കുറച്ച് കുറവില്ലതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് വെച്ചത്. അപ്പം ഓണം പ്രോഗ്രാം സ്കൂളിൽ വെച്ചാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബഡ് സ്കൂളിലാണ്, സ്പെഷ്യൽ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അപ്പോൾ രാവിലെ 10 മണിക്ക് ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും സെറ്റ് സാരി ആയിരുന്നു ഇട്ടിട്ടുണ്ടായത്. അങ്ങനെ രാവിലെ തന്നെ ടീച്ചർ പൂവൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. കൂടാതെ നമ്മൾ സ്കൂളിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന 2-3 കുട്ടികളുണ്ട്. അപ്പോൾ അതിലൊരു കുട്ടി വരുമ്പോൾ പൂവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി പൂവൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കണം. ഇതൊക്കെ തലേനാളെ ചെയ്യായിരുന്നു, പക്ഷെ നമ്മളൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും പെട്ടെന്ന് കുറേ പേരുണ്ടല്ലോ, എല്ലാവരും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടികളും കൂടും നമ്മളിവിടെ പൂവൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കവർ പൊട്ടിക്കുന്നത് സ്വപ്നയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് മാത്രമാണ് വന്നിട്ടുള്ളത്, സെക്കൻഡ് ട്രിപ്പ് വരണത്രേ. അതുകൊണ്ട് തന്നെ കുട്ടികളിപ്പോൾ കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. അപ്പം ഇല്ലവർ വെച്ച് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ സ്കൂളിലത്തെ 3-ാമത്തെ ഓണമാണ്. ഞാൻ ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്ത സമയത്ത് ആ മാസം തന്നെയായിരുന്നു ഓണം വന്നത്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിടായിരുന്നു ഓണം. അതുകൊണ്ട് തന്നെ എൻ്റെ കോടി ഓണം സ്കൂളിൽ വെച്ചായിരുന്നു കല്യാണം കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ജോലിക്ക് ആദ്യമായിട്ട് കയറിയ സ്ഥലമായതുകൊണ്ട് അവിടെയും കോടി ഓണം തന്നെയായിരുന്നു. അങ്ങനെ പൂവൊക്കെ മെല്ലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സെക്കൻഡ് ട്രിപ്പ് വന്നു. ഇതാണ് ലെസിൻ. അപ്പോൾ നമ്മൾ പൂവിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ രേഷ്മേച്ചിയാണ് പൂവിടാൻ സ്റ്റാർട്ടാക്കിയത്. അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ഡിസൈനോ കാര്യങ്ങളൊന്നുമില്ല, മനസ്സിൽ തോന്നിയ പോലെ പൂവിടാമെന്ന് വിചാരിച്ചു. കാരണം സമയവും ഭയങ്കര കുറവായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കലാപരിപാടികളുണ്ട് ചെറിയ രീതിയിൽ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പൂക്കളം ഒരുക്കലിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം സെറ്റ് സാരിയൊക്കെ ഇട്ട് ഒരുങ്ങി കഴിഞ്ഞാൽ പിന്നെ അതെടുത്ത് ഇങ്ങനെ മണങ്ങിയിട്ട് പൂവിടലെന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാണ്. അല്ലാതെ നൈറ്റ് ഡ്രസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖത്തിൽ വിചാരിക്കുന്ന പോലെ ഇരുന്ന് ഇടാം. അപ്പോൾ എന്നാലും ആൾക്കാർ കുറവായതുകൊണ്ട് ബാക്കിയുള്ളവർ പൂവ് നീറ്റാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ 3 പേരും കൂടി ഇടാമെന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ വിചാരിച്ചു സമയമില്ലല്ലോ, അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ പെട്ടെന്ന് ഒരുക്കി. ഇട്ട് തുടങ്ങുമ്പം വലിയ ഭംഗിയൊന്നും ഉണ്ടായില്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഒരു ഭംഗി ഉണ്ടായിരുന്നു. നേരിട്ട് കാണുന്നതിനേക്കാൾ ഫോട്ടോയിലും വീഡിയോയിലും പിന്നെയും ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്.
അങ്ങനെ പൂക്കളം പെട്ടെന്ന് ഇറക്കിയതിന് ശേഷം നമ്മൾ കലാപരിപാടി തുടങ്ങി. ആദ്യം തന്നെ കുട്ടികളുടെ കസേരക്കളിയായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ല, ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കളികൾ കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്കൂളിൽ അല്ലാത്ത സമയത്ത് ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെയുള്ള കളികൾ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ തന്നെ ഇവർ ഭയങ്കര ഹാപ്പിയാണ്. ഓണത്തിന് ഒരാഴ്ച മുന്നേ പറഞ്ഞു തുടങ്ങും, നമുക്ക് അത് വേണം ഇത് വേണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിക്കോട്ടെ എന്ന് വെച്ച് നമ്മളൊരു 3-4 കളി ആക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് ഓടാൻ പറ്റില്ല, ചില കുട്ടികൾ പിടിച്ചിട്ട് വേണം ഓടിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ടീച്ചർ ഒരു കുട്ടീനെ പിടിച്ചിട്ട് നടക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ ഓടാൻ പറ്റില്ല, ചിലവർക്ക് ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെല്ലാവരും പങ്കെടുപ്പിക്കാനാണ് നോക്കുന്നത്. കുട്ടികളുടെ കൂടെ തന്നെ നമ്മളും കൂടി കളിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടും. എല്ലാം കഴിഞ്ഞ് സമ്മാനം കൂടി തരാനുണ്ടെന്ന് പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് ഹാപ്പിയാവും. അതുകൊണ്ട് തന്നെ എല്ലാ ഗെയിംസിലും അവർക്ക് കൂടാനും ഭയങ്കര ഇൻട്രസ്റ്റാണ്. എന്നാൽ കുട്ടികളെ കളി മാത്രം വേണ്ടല്ലോ, അമ്മമാർക്കും കൂടി ഗെയിംസ് ആക്കാമെന്ന് വെച്ച് നമ്മൾ അമ്മമാർക്കും കൂടി ഒരു കസേരക്കളി റൗണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളെക്കാൾ കൂടുതൽ സന്തോഷവും കോമ്പറ്റീറ്റീവ് മൈൻഡും ആയിരുന്നു അമ്മമാർക്ക്. അങ്ങനെ കസേരക്കളിയും തൊപ്പിക്കളിയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതിനുശേഷം നമ്മളെല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. ഓണമൊക്കെ ആയി പൂക്കളൊക്കെ ഇട്ട് പുതിയ കുപ്പായമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കൽ നിർബന്ധമാണല്ലോ. അപ്പം നമ്മളെല്ലാവരും കൂടി സ്റ്റാഫ്സ് മാത്രം നിന്നെടുത്തു, കുട്ടികളൊപ്പം നിന്നെടുത്തു, പിന്നെ അമ്മമാരും കുട്ടികളും കൂടെ നിന്നെടുത്തു. അങ്ങനെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. പിന്നീട് നോക്കുമ്പോൾ അതൊക്കെ നല്ല മെമ്മറീസ് ആവുമല്ലോ. അങ്ങനെ ഫോട്ടോ പരിപാടിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഉണ്ടായ ഗെയിമാണ് സുന്ദരിക്ക് പൊട്ടുതൊടൽ. ഇതെൻ്റെ ഏട്ടൻ വരച്ച ഫോട്ടോ ആണ് കേട്ടോ, എൻ്റെ കസിൻ ബ്രദർ. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. സുന്ദരിക്ക് പൊട്ടുതൊടൽ മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. ആ നേരെ കാണുന്ന ഫോട്ടോയിൽ കണ്ണിതുപോലെ കെട്ടിയിട്ട് പോയിട്ട് ഒരു പൊട്ട് തൊടിയിക്കുക വേണ്ടത്. നമ്മളതിൽ പൊട്ടില്ലാത്തതുകൊണ്ട് ലിപ്സ്റ്റിക്ക് കൈക്കാക്കി കൊടുത്തിട്ട് അത് പോയി വെക്കാനാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും തൊട്ട് സുന്ദരി അവസാനം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അങ്ങനെ കലാപരിപാടികളും ഗെയിംസും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ന് പറയുന്നത് സമയം ഒരു 1:30-2 മണിയായിട്ടുണ്ട്. സദ്യ കഴിക്കാമെന്നുള്ളതാണ്. ഇപ്രാവശ്യത്തെ സദ്യ എന്ന് പറയുന്നത് ഓരോരാളെ വീട്ടിൽ നിന്നും ഓരോരോ കറി കൊണ്ടുവരാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചിപ്സ്, ഉപ്പേരി, ശർക്കര ഉപ്പേരി തൊട്ട് എല്ലാ കറികളും ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയ ഓരോരോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ വേറെ വേറെ ടേസ്റ്റും ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ പായസം നമ്മൾ സ്കൂളിൽ തന്നെ ഉണ്ടാക്കിയതാണ്. കുട്ടികൾക്ക് കുറച്ചും കൂടി ബിരിയാണീനോടാണ് താല്പര്യം. പക്ഷേ ഇന്ന് ഓണായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വെജിറ്റേറിയൻ തന്നെ ആക്കാമെന്ന്. എന്നാലും അവർ സദ്യ എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പായസം എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുട്ടികളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളും ഇരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. കുറേ ലേറ്റ് ആയതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ കറികൾക്കും. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം സ്കൂൾ വിടാനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ സമ്മാനം ഓരോ കുട്ടികൾക്കും പെട്ടെന്ന് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. ഗെയിംസ് കളിച്ച് ജയിച്ച കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും നമ്മൾ ഇപ്രാവശ്യം എന്നല്ല എല്ലാ പ്രാവശ്യവും നമ്മൾ കൊടുക്കാറുണ്ട് ഗിഫ്റ്റ്. അങ്ങനെ ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറ്, എല്ലാ കുട്ടികൾക്കും കൊടുക്കും. അതാണ് അവർക്കും സന്തോഷം നമ്മൾക്കും സന്തോഷം. അപ്പം ഇതിനകത്തൊരു ചെറിയ പ്ലേറ്റാണ് വരുന്നത്, കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു പ്ലേറ്റ്. ഈ ഗിഫ്റ്റ് നമ്മൾ വാങ്ങിച്ചത് നമ്മളെ സ്കൂളിൽ തന്നെ രേഷ്മേച്ചി ഫിസിയോതെറപ്പിസ്റ്റാണ്. ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചത്. അങ്ങനെ സമ്മാനമൊക്കെ കൊടുത്തിട്ട് കുട്ടികൾ നല്ല അടിപൊളി ഹാപ്പി ഓണമൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോയി. ഇനി സ്കൂൾ ഒരു 10 ഡേയ്സിലേക്ക് അടക്കാൻ പോവാണ്. അപ്പോൾ സ്കൂൾ അടച്ച് തുറന്നിട്ട്
23-നാണ് സ്കൂൾ തുറക്കാൻ പോകുന്നത്. അപ്പോൾ സ്കൂൾ അടച്ച് തുറന്നിട്ട് നമുക്ക് ഇനി കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.